Good morning, all. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ഫീൽഡ് ഓപ്പറേഷൻസ് ഇൻ GPS സർവേ ആൻഡ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കൺട്രോൾ. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫീൽഡ് ഓപ്പറേഷൻസ് അതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് റിസീവർ സെറ്റപ്പ്. റിസീവർ എന്ത് ചെയ്യണം, നമ്മൾ സെറ്റപ്പ് ചെയ്യണം. GPS receiver shall be set up in accordance with the manufacturer's specification prior to beginning of any observation. നമ്മൾ ഏത് ഒബ്സർവേഷൻ തുടങ്ങുന്നതിന് മുന്നും എന്താ ചെയ്യേണ്ടത്, റിസീവർ നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടത് ഒരു മാനുഫാക്ചേഴ്സിൻ്റെ എന്തുണ്ടാവും, അവരെ കാറ്റലോഗ് ഉണ്ടാവും. ആ റിസീവർ മാനുഫാക്ചർ ചെയ്ത ആൾക്കാരുടെ ഒരു കാറ്റലോഗ് ഉണ്ടാവും. ഹൗ ടു യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ അവർ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, വി ഹാവ് ടു സെറ്റ് അപ്പ് ദി റിസീവർ. ടു എലിമിനേറ്റ് എനി പോസിബിലിറ്റി ഓഫ് മിസ്സിംഗ് ദി ബിഗിനിങ് ഓഫ് ഒബ്സർവേഷൻ സെഷൻ, all equipment should be set up with a power supply to the receiver at least 10 minutes prior to the beginning of observation session. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മിസ്സിങ് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, എല്ലാം നമ്മൾ ഒരു 10 മിനിറ്റ് മുന്നേ തയ്യാറാക്കി വെക്കണം. മോസ്റ്റ് റിസീവേഴ്സ് വിൽ ലോക്ക് ഓൺ ദി സാറ്റലൈറ്റ് വിത്ത് 1 to 2 minutes ഓഫ് പവറിങ് അപ്പ്. ഒരു 1-2 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നു, സാധാരണ സാറ്റലൈറ്റായിട്ട് ലോക്കപ്പ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ആൻറ്റിന സെറ്റപ്പ്. All tribacks used on a project should be calibrated and adjusted prior to the beginning of each project. നമ്മൾ ഉപയോഗിക്കുന്ന ട്രൈബാക്സ് ഇതെല്ലാം എന്ത് ചെയ്യണം, വി ഹാവ് ടു കാലിബ്രേറ്റ്. ഡ്യുവൽ യൂസ് ഓഫ് ബോത്ത് ഒപ്റ്റിക്കൽ പ്ലംബെറ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് പ്ലംബോബ്സ് ഈസ് സ്ട്രോങ്ലി റെക്കമെൻഡഡ് സിൻസ് ദി സെൻറ്ററിങ് എറേഴ്സ് റെപ്രസെൻ്റ് എ മേജറിങ് എറർ സോഴ്സ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് സർവേ വർക്ക്സ്, നോട്ട് ജസ്റ്റ് GPS സർവേ. നമ്മൾ ഒപ്റ്റിക്കൽ പ്ലംബെറ്റ് സെൻറ്ററിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പോയിൻ്റ് എർത്തിലോട്ട് സെൻറ്റർ ചെയ്യാം. നമ്മൾ പ്ലംബോബൊക്കെ ഉപയോഗിച്ചിട്ട് സെൻറ്റർ ചെയ്യുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, സെൻറ്റർ ചെയ്യണം. അപ്പോൾ സെൻറ്ററിങ് ഒരു സാധാരണ വരുന്ന എററാണ്. അപ്പോൾ അതൊരു കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒപ്റ്റിക്കൽ പ്ലംബെറ്റും അതുപോലെ തന്നെ പ്ലംബോബും ഉപയോഗിക്കുന്നത്. ഇനി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെഷർമെൻറ്റ്സ് ആണ്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് റെഫേഴ്സ് ടു ദി കറക്റ്റ് മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് ഓഫ് GPS ആൻറ്റിന അബവ് ദി റെഫറൻസ് മോണുമെൻറ്റ് ഓവർ വിച്ച് ഇറ്റ് ഹാസ് ബീൻ പ്ലേസ്ഡ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ആൻറ്റിന വെച്ച മൊനുമെൻ്റിൽ നിന്ന് എത്ര ഹൈറ്റ് ഉണ്ട് ആ ഇൻസ്ട്രുമെൻറ്റിന്, അതാണെന്ത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. Height of instruments will be made both before and after observation session. നമ്മൾ ഒബ്സർവേഷൻ സെഷൻ്റെ ബിഫോറും ആഫ്റ്ററും നമ്മൾ എന്ത് ചെയ്യാവുന്നതാണ്, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് അളക്കുന്നതാണ്. ദ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് വിൽ ബി മെയ്ഡ് ഫ്രം ദി മോണുമെൻറ്റ്സ് ടു എ സ്റ്റാൻഡേർഡ് റെഫറൻസ് പോയിൻ്റ് ഓൺ ദി ആൻറ്റിനൻ്റെ ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് പോയിൻറ്റിലോട്ടാണ്, മോണുമെൻറ്റിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് പോയിൻറ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് അളക്കുന്നത്. This standard reference point for each antenna will be established prior to the beginning of observation. So all observation will be measuring to the same point. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് പോയിൻ്റ്, ആൻറ്റിനുള്ള സ്റ്റാൻഡേർഡ് പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ സമയത്തും ഒരേ രീതിയിലുള്ള മെഷർമെൻറ്റ് കിട്ടുകയുള്ളൂ. All height of instruments measurements will be made both in meters and feet for redundant and blended detection. Height of instrument measurement be determined to the nearest of millimeters in metric units and to the nearest of 0.01 feet, that is 1/16 inch. It should be noted whether the height of instrument is vertical or diagonal. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ കറക്റ്റ് ഒരു മെട്രിക് യൂണിറ്റിലാണെങ്കിൽ ഒരു മില്ലിമീറ്റർ ലെവലിൽ നമ്മൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് അളക്കണം. അല്ലെങ്കിൽ 0.01 ഫീറ്റിൽ അളക്കുകയാണെങ്കിൽ 0.01 ഫീറ്റിൻ്റെ ആ ഒരു അക്യുറസീന് നമ്മൾ എന്ത് ചെയ്യണം, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് അളക്കണം. പിന്നെ അതുപോലെ തന്നെ
നമ്മൾ വെർട്ടിക്കലായിട്ടാണോ ഡയഗണലായിട്ടാണോ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് അളന്നിട്ടുള്ളത്, അത് എന്ത് ചെയ്യണം, വി ഹാവ് ടു നോട്ട് ദാറ്റ്. ഇതാണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ആൻറ്റിന. ഇനി ഫീൽഡ് GPS ഒബ്സർവേഷൻ റെക്കോർഡിംഗ് പ്രൊസീജിയേഴ്സ്. ഫീൽഡ് റെക്കോർഡിംഗ് ബുക്സ്, ലോഗ് ഷീറ്റ്, ലോഗ് ഫോംസ് വിൽ ബി കംപ്ലീറ്റഡ് ഫോർ ഈച്ച് സ്റ്റേഷൻ ഓർ സെഷൻ. നമ്മൾ ഫീൽഡ് ബുക്കെല്ലാം എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്തിട്ട് എപ്പോഴും റെഡി ആയിട്ടിരിക്കണം, നമ്മൾ ഒബ്സർവേഷൻ സെഷൻ തുടങ്ങുന്നതിന് മുന്നായിട്ട്. എനി ആക്സെപ്റ്റബിൾ റെക്കോർഡിംഗ് മീഡിയം മേ ബി യൂസ്ഡ് ഫോർ archiving purpose. Standard bound field book may be are preferred. The following type of data may be included on this field log record. ഫീൽഡ് ലോഗ് റെക്കോർഡിൽ വേണ്ട ഡാറ്റകളാണ് താഴെ പറയുന്നത്. പ്രൊജക്ട് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്, ഒബ്സർവേഴ്സ് നെയിം, അതുപോലെ തന്നെ സ്റ്റേഷൻ ഡെസിഗ്നേഷൻ, ആ സ്റ്റേഷൻ്റെ പേര്, സ്റ്റേഷൻ ഫയൽ നമ്പർ വേണം, ഡേറ്റ്, വെതർ കണ്ടീഷൻസ്, ടൈം ഓഫ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സെഷൻസ്, പിന്നെ റിസീവർ ആൻറ്റിന ഡാറ്റ റെക്കോർഡിംഗ് യൂണിറ്റ്, ട്രൈ ബാക്ക്, മേക്ക്, മോഡൽ, അതിൻ്റെ സീരിയൽ നമ്പർ, ദെൻ ആൻറ്റിന ഹൈറ്റ്, വെർട്ടിക്കൽ ഓർ ഡയഗണൽ മെഷർ ഇൻ ഇഞ്ചസ്, അതുമല്ലെങ്കിൽ മില്ലിമീറ്റേഴ്സിൽ, സ്പേസ് വെഹിക്കിൾ ഡെസ്റ്റിനേഷൻസ്, സാറ്റലൈറ്റിൻ്റെ നമ്പർ, സ്കെച്ച് ഓഫ് സ്റ്റേഷൻ ലൊക്കേഷൻ, പിന്നെ അപ്രോക്സിമേറ്റ് ജിയോഡിക് ലൊക്കേഷൻ ഓഫ് ദി എലിവേഷൻ, പിന്നെ പ്രോബ്ലം എൻകൗണ്ടേർഡ്. ഈ കാര്യങ്ങളൊക്കെ എന്ത് വേണം, നമ്മൾ ഫീൽഡ് ബുക്കിൽ നോട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഫീൽഡ് പ്രോസസ്സിംഗ് ആൻഡ് വെരിഫിക്കേഷൻ. ഇറ്റ് ഈസ് സ്ട്രോങ്ലി റെക്കമെൻഡഡ് ദാറ്റ് GPS ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് വെരിഫിക്കേഷൻ ബി പെർഫോംഡ് ഇൻ ഫീൽഡ് വെർ അപ്ലിക്കബിൾ. ഫീൽഡിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പ്രോസസ്സ് ചെയ്ത് വെരിഫൈ ചെയ്യൽ എന്താണ്, സ്ട്രോങ്ലി റെക്കമെൻഡഡ് ആണ്. ദിസ് ഈസ് ടു ഐഡൻറ്റിഫൈ ദി എനി പ്രോബ്ലം ദാറ്റ് മേ എക്സിസ്റ്റ്. ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, നമ്മൾ ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടോ, അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇത് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയാണ്. വിച്ച് ക്യാൻ ബി കറക്റ്റഡ് ബിഫോർ റിട്ടേണിങ് ഫ്രം ദി ഫീൽഡ്. നമ്മൾ ആദ്യം കണ്ടെത്തിയെന്ന പറ്റും, ഫീൽഡിൽ തന്നെ കണ്ടെത്തിയാൽ നമുക്ക് അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കൺട്രോൾസ്. Horizontal and vertical controls are developed to create framework around which other surveys can be adjusted. നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൺട്രോൾസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെഷർമെൻറ്റ്സും അതുപോലെ തന്നെ വെർട്ടിക്കൽ മെഷർമെൻറ്റ്സും എടുക്കുന്നത്. ദിസ് കൺട്രോൾ സർവേസ് ആർ യൂസ്ഡ് ഫോർ അക്യുറേറ്റ് മാപ്പിംഗ് പ്രൊജക്ട്സ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റി സിസ്റ്റം, റോഡ് വേസ്, പവർ ലൈൻസ്, ടണൽസ് ആൻഡ് മെനി അതർ ഹൈ പ്രിസിഷൻ പ്രൊജക്ട്സ്. അപ്പോൾ ഈ കൺട്രോൾ സർവേസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റി സിസ്റ്റംസ്, റോഡ് വേസ്, പവർ ലൈൻസ്, ഇതിൻ്റെയൊക്കെ സർവേസിലാണ് ചെയ്യുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കൺട്രോൾസ് ഉപയോഗിക്കുന്നത്. ഹൊറിസോണ്ടൽ കൺട്രോൾ സർവേസ് കോർഡിനേറ്റ് ഹൊറിസോണ്ടൽ പൊസിഷൻ ഡാറ്റ. അപ്പോൾ ഹൊറിസോണ്ടൽ കൺട്രോൾ സർവേസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പൊസിഷൻ ഡാറ്റ കിട്ടുന്ന സർവേസാണ്. Because they are useless framework for other surveys, this survey must be precise and accurate. അപ്പോൾ ഹൊറിസോണ്ടൽ കൺട്രോൾ കോർഡിനേറ്റ് കണ്ടെത്താനുള്ള സർവേ നമ്മൾ വളരെ പ്രിസിഷൻ കൂടി ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ കൺട്രോൾ പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഹൊറിസോണ്ടൽ ഡാറ്റയും നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റം, എന്തെങ്കിലും എറർ സംഭവിച്ചാൽ ബാക്കിയുള്ള ഇതിന് റെസ്പെക്റ്റ് ആയിട്ട് എടുക്കുന്ന ഡാറ്റകൾക്കെല്ലാം എന്ത് ചെയ്യും, എറർ വരുന്നതാണ്. This surveys provide a network of monuments or points on the ground that can be used as control for any other survey project such as a boundary or construction survey. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ കൺട്രോൾ പോയിൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള സർവേ റീഡിങ്സ് എല്ലാം നമുക്ക് ഇതിനെ റെസ്പെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതാണ് ഇതിന് ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിൻറ്റ്സ്. നമ്മൾ ഈ ഹൊറിസോണ്ടൽ കൺട്രോൾ പോയിൻറ്റ്സിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സർവേസിനൊക്കെ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ
ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ എടുക്കുന്നത്. ഇനി വെർട്ടിക്കൽ കൺട്രോൾ സർവേ ഡിറ്റർമൈൻസ് ദി എലിവേഷൻ വിത്ത് റെസ്പെക്ട് ടു സീ ലെവൽ. വെർട്ടിക്കൽ കൺട്രോൾ സർവേ എന്ന് പറഞ്ഞാൽ ഒരു സീ ലെവലിന് റെസ്പെക്റ്റ് ആയിട്ട് എത്ര എലിവേഷൻ ഉണ്ട് അതാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദിസ് സർവേ ആൾസോ യൂസ്ഡ് ആസ് എ ബെഞ്ച് മാർക്ക് അപ്പോൺ വിച്ച് അതർ സർവേസ് ആർ യൂസ്ഡ് ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി. അപ്പോൾ ഇത് നമ്മൾ സാധാരണ വെർട്ടിക്കൽ കൺട്രോൾ സർവേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബെഞ്ച് മാർക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ബെഞ്ച് മാർക്സിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ളതിൻ്റെ എല്ലാം എലിവേഷൻസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ബെഞ്ച് മാർക്സ് ആണ് നമ്മൾ എല്ലാ എലിവേഷൻസും കണ്ടെത്തുന്നത്. ദിസ് സർവേസ് ആർ യൂസ്ഫുൾ ഫോർ ടൈറ്റിൽ ബൗണ്ടറി സർവേസ്, റൂട്ട് സർവേസ്, കൺസ്ട്രക്ഷൻ സർവേസ്, ടോപ്പോഗ്രാഫിക് സർവേസ്. ഈ സർവേസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹൊറിസോണ്ടൽ കൺട്രോൾ സർവേസ് ഉപകാരപ്രദമാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.